ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇന്നുണ്ടാക്കുന്നത്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമാങ്ങ വെച്ചിട്ടാണ് നമ്മളിന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ചധികം ഉണക്കമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം, സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഉണക്കമാങ്ങ എടുത്തു. എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് വെക്കണം. ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ഞാനിവിടെ പച്ചവെള്ളത്തിലാണ് കുതിർത്ത് വെച്ചത്. അരമണിക്കൂർ ഇരുന്നപ്പോഴത്തേക്കിന് ഏകദേശം നന്നായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളമാണ് എടുക്കുന്നതെങ്കിൽ 15 മിനിറ്റ് മതി കേട്ടോ, ഏകദേശം കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ എടുക്കുന്ന എല്ലാ ഐറ്റംസും എടുക്കുക. അതായത് തേങ്ങ, അതിൻ്റെ കൂടെ ചെറിയൊരു പീസ് ഇഞ്ചിയുടെ കഷ്ണം വെച്ചു, പിന്നെ 2 അല്ലി ചുമന്നുള്ളിയും കൂടെ എടുത്തു, പിന്നെ നമ്മൾ മുളക് പൊടി എടുത്തു, ഉപ്പിട്ടു ആവശ്യത്തിന്, പിന്നെ കരിയാപ്പല ഞാൻ എടുത്തില്ല, മറന്നു പോയതാണ് എടുക്കാൻ. നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കുമ്പം കരിയാപ്പലയും കൂടി ഇടുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇത് ഇത്ര എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചേക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ചെറിയ ജാറിൽ വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് തേങ്ങ ഇട്ടാൽ മതി. ചെറിയ ജാർ എടുക്കുക, അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ആ ഇഞ്ചിയും ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുതിർത്ത് വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഉണക്കമാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് കളർ പോലെ വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള തേങ്ങായും ഉപ്പും മുളക് പൊടിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ഒന്ന് അരച്ച് എടുത്ത് കഴിയുമ്പോഴത്തേന് ഇതേപോലെ ഇരിക്കും നമ്മുടെ ചമ്മന്തി. ഇനി ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കണം. ഇതിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന ഈ ഒരു ഉണക്കമാങ്ങയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉണക്കമാങ്ങ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി ഉണക്കമാങ്ങ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ചമ്മന്തി. നമ്മൾ ചോറിനൊക്കെ ഇളക്കി തന്നെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഉണക്കമാങ്ങയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനകത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഉണക്കമാങ്ങ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ.